മുൻ കരസേനാ മേധാവിയുടെ ഇറങ്ങാത്ത പുസ്തകവുമായിട്ടാണ് രാഹുൽ ഗാന്ധി പാർലമെന്റിൽ വന്നത്. ശരിക്കും ഇറങ്ങാത്ത പുസ്തകവും കൊണ്ട് ഇങ്ങനെ പാർലമെന്റിലേക്കൊക്കെ വരാൻ കഴിയുമോ? അല്ല, ഒന്ന് ആ പുസ്തകത്തിന് നിയമാനുസരണം അത് പ്രസിദ്ധീകരിക്കണം എന്നുണ്ടെങ്കിൽ ഇദ്ദേഹം ആർമി ചീഫായിരുന്ന ഒരാൾ, സൈനിക മേധാവിയായിരുന്ന ഒരാളുടെ ഒരു പുസ്തകം പ്രസിദ്ധീകരിക്കണമെന്നുണ്ടെങ്കിൽ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഡിഫൻസ് വിങ്ങിൻ്റെ പരിശോധന കഴിഞ്ഞ് അവർ അപ്രൂവൽ കൊടുത്താലേ അത് പ്രസിദ്ധീകരിക്കാൻ പാടുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ, ഒരു സൈനിക മേധാവി പുസ്തകം എഴുതുകയാണെങ്കിൽ നമ്മുടെ സൈന്യവുമായി ബന്ധപ്പെട്ട ഒരുപാട് തീരുമാനങ്ങളും കാര്യങ്ങളും അദ്ദേഹത്തിന് അറിയാൻ പറ്റും. അതിൽ പലതും എന്ന് പറഞ്ഞാൽ പുറം ലോകം അറിയേണ്ടതല്ലാത്ത തീരുമാനങ്ങളാണ്. കാരണം സൈന്യത്തിൻ്റെ ചില പ്രത്യേക തരത്തിലുള്ള പ്രവർത്തനങ്ങളും ബാക്കി കാര്യങ്ങളൊക്കെ വെച്ചതാണ്. അപ്പോൾ ഇദ്ദേഹം എഴുതുമ്പോൾ എന്തെങ്കിലും കാരണവശാൽ അത്തരം ചില സ്ഖലിതങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അത് പരിശോധിച്ചിട്ട് അത് നീക്കം ചെയ്തതിന് ശേഷം അദ്ദേഹത്തിൻ്റെ പുസ്തകം എഴുതാൻ പറ്റും, പ്രസിദ്ധീകരിക്കാൻ പറ്റും. 2024 തുടങ്ങി ഈ പുസ്തകം അനുവാദം കാത്ത് കിടക്കുകയാണ്. അപ്പോൾ അതിനകത്ത് പലതും ഒരു സൈനിക മേധാവിയുടെ പുസ്തകത്തിൽ കാണേണ്ട കാര്യങ്ങളല്ലാത്ത പലതും അതിനകത്തുണ്ട്. അതൊന്നും ഒരു കാരണവശാലും പുറത്ത് വരാൻ പാടില്ലാത്ത കാര്യങ്ങളാണ്. ആ പുറത്ത് വരാൻ പാടില്ലാത്ത കാര്യങ്ങൾ കൂടി എഴുതി പ്രസിദ്ധീകരിക്കാൻ അദ്ദേഹം തീരുമാനിച്ചത് ഒരുപക്ഷെ മനഃപൂർവ്വമാകാം. കാരണം അദ്ദേഹത്തിന് ഈ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് ആകാൻ കഴിഞ്ഞാത്തതിൻ്റെ പേരിലുള്ള സ്വാഭാവികമായ ഒരു അസ്വാരസ്യം അദ്ദേഹത്തിന് കാണും. അത് അദ്ദേഹത്തിൻ്റെ രീതിയിൽ നോക്കുമ്പോൾ ചിലപ്പോൾ ശരിയുമായിരിക്കാം. പക്ഷേ ഗവൺമെൻറ് എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ അതിനകത്ത് എടുക്കാതിരുന്നത് എന്നുള്ള കാര്യം ഇപ്പോൾ കുറേ കൂടിയൊക്കെ വ്യക്തമാകുന്നുണ്ട്. കാരണം ഒരു ആർമി ചീഫായിരുന്ന നമ്മുടെ സൈന്യത്തിൻ്റെ സർവാധിപനായിട്ട്, സൈന്യത്തിൻ്റെ അധിപനായിട്ട് ജോലി ചെയ്ത ഒരാൾ ഒരു ഗവൺമെൻറ്റിനോട് ഏതെങ്കിലും തരത്തിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ എഴുതാൻ പാടില്ലാത്ത കാര്യങ്ങൾ എഴുതിയിരിക്കുന്നു എന്നുള്ളത് അദ്ദേഹം ഇരുന്ന ആ ജോലിക്ക് നിരക്കുന്ന ഒരു കാര്യങ്ങളല്ല. ഇനി ഇദ്ദേഹമാണെങ്കിൽ വരുന്നതാകട്ടെ, ഇദ്ദേഹത്തിൻ്റെ അച്ഛൻ മുകുന്ദ് ഈ മുകുന്ദ് നരവന എയർഫോഴ്സ് ഓഫീസറായിരുന്നു, വലിയതായിരുന്നു. നരവനയുടെ പിതാവ് അദ്ദേഹം ഇതാണ് ആർമി സ്റ്റാഫായിരുന്നു, വലിയ ഓഫീസറായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ അത്രയും ഉയർന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ വിംഗ് കമാൻഡറോ എന്തൊക്കെ ആയിട്ടാണ് അദ്ദേഹം റിട്ടയർ ചെയ്തിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ അമ്മ സുധ ആകാശവാണിയിൽ അനൗൺസറായിരുന്നു, ഡൽഹി ആകാശവാണിയിൽ. പിന്നെ ഇദ്ദേഹം ഒരു പൂനെക്കാരാണ്. പൂനെയിലാണ് അദ്ദേഹം ജനിച്ചതും വളർന്നതും ഒക്കെ. പരമവിശിഷ്ട സേവാ മെഡൽ കിട്ടിയിട്ടുള്ള ഒരു സൈനിക ഉദ്യോഗസ്ഥനാണ്. 65 വയസ്സുണ്ട് ഇപ്പോൾ. പിന്നെ 28ാമത്തെ ആർമി ചീഫായിട്ടാണ് അദ്ദേഹം പ്രവർത്തിച്ചതും റിട്ടയർ ചെയ്തതും. ഇങ്ങനെയൊക്കെ മദ്രാസ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് സൈനിക സംവിധാനത്തിൻ്റെ വിന്യാസത്തെക്കുറിച്ചുള്ള പഠനത്തിന് അദ്ദേഹത്തിന് PhD ഒക്കെ കിട്ടിയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇത്രയൊക്കെ പാരമ്പര്യമുള്ള ഒരു സൈനിക കുടുംബത്തിൽ വന്ന ഒരാൾ ഒരു പുസ്തകം എഴുതുമ്പോൾ ആ പുസ്തകത്തിൽ ഉൾക്കൊള്ളിക്കാൻ വയ്യാത്ത കാര്യങ്ങൾ എഴുതാൻ, ചില ജോലിക്ക് ചില പരിമിതികളുണ്ട്. അത് ചില ജോലി, ഇപ്പോൾ ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ ആ സർക്കാരിൻ്റെ ഭാഗമായിട്ട് ഇരുന്നു കൊണ്ട് എടുക്കുന്ന തീരുമാനങ്ങളുണ്ട്. ആ തീരുമാനങ്ങൾ സാധാരണഗതിയിൽ എന്തായിരുന്നു ആ തീരുമാനം എന്നുള്ള കാര്യം ആത്മകഥ എഴുതുമ്പോൾ എഴുതാൻ പാടില്ല. കാരണം അത് ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിട്ട് എടുത്തൊരു തീരുമാനമാണ്. അത് സത്യത്തിൽ അത് എഴുതാൻ പാടില്ല. ഒരു ജഡ്ജാണെന്നുണ്ടെങ്കിൽ താൻ എഴുതിയ വിധിന്യായത്തെക്കുറിച്ച് അതിൻ്റെ ന്യായീകരണം ആത്മകഥയിൽ എഴുതുന്നത് ശരിയല്ല. ഇപ്പോൾ പല ജഡ്ജിമാരും അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്, അത് വേറെ പ്രശ്നം. അത് ചെയ്യാൻ പാടില്ലാത്തതാണ്. നമ്മൾ ശമ്പളം പറ്റി ചെയ്യുന്ന ഒരു ജോലിയുടെ ഭാഗമായി നമ്മൾ ഒരു സ്ഥാപനത്തിൽ നിന്ന് ജോലി ചെയ്യുന്ന സമയത്ത് നമ്മൾ എടുത്തിട്ടുള്ള തീരുമാനങ്ങൾ ആ സ്ഥാപനത്തിൻ്റെ പൊതുവായിട്ടുള്ള തീരുമാനങ്ങളുടെ ഭാഗമാണ്. അത് ആ സ്ഥാപനത്തിന് ഏതെങ്കിലും തരത്തിൽ ദോഷം വരും എന്നുണ്ടെങ്കിൽ നമ്മളത് നമ്മുടെ ആത്മകഥയുടെ ഭാഗമായിട്ടൊക്കെ പ്രസിദ്ധീകരിക്കാൻ പാടില്ല. ഇതൊരു സാമാന്യ മര്യാദയും നാട്ടുനടപ്പുമൊക്കെയാണ്. അത് കാരണം നമ്മളവിടെ ജോലി ചെയ്ത് 10-30 കൊല്ലം നമുക്ക് ഒരു ശമ്പളം തന്നു, അതിനുശേഷം പെൻഷനും കിട്ടുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്ഥാപനത്തിൻ്റെ ഭാഗമായിട്ട് ജോലി ചെയ്ത് കഴിഞ്ഞാൽ ആ സ്ഥാപനത്തിനോ താൻ ജോലി ചെയ്ത മേഖലയ്ക്കോ ഏതെങ്കിലും തരത്തിൽ ദോഷം വരുന്നൊരു കാര്യം തൻ്റെ ആത്മകഥയിൽ ഉൾപ്പെടുത്താതിരിക്കുക എന്നുള്ളതാണ് സാമാന്യ മര്യാദ.
ഇനി ഇദ്ദേഹം പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചൈന മുന്നോട്ട് വന്ന സമയത്ത് എന്ത് ചെയ്യണം എന്നുള്ള വിവരം ചോദിച്ചപ്പോൾ, ഈ സന്ദർഭത്തിന് ഏറ്റവും യുക്തമെന്ന് നിങ്ങൾക്ക് തോന്നുന്ന കാര്യം നിങ്ങൾ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അബ്സല്യൂട്ടായിട്ടുള്ള ഫ്രീഡം നിങ്ങൾക്ക് നൽകിയിരിക്കുന്നു എന്നുള്ളതാണ്. അതെ, അപ്പോൾ നിങ്ങൾക്ക് തീരുമാനമെടുക്കാം. ഫ്രീ ഹാൻഡ് കൊടുത്തിരിക്കുകയാണ്. നിങ്ങൾ തീരുമാനിക്കുക എന്നുള്ളതാണ്. അത് ഇദ്ദേഹം പറയുന്ന അങ്ങനെയല്ല, എനിക്ക് കൃത്യം ഉത്തരവ് കിട്ടണമെങ്കിൽ പിന്നെ ഇങ്ങനെ അവിടെ ഇരിക്കേണ്ടത്. അതാണ് കൃത്യ ഉത്തരവാണ് ആ കൊടുത്തിരിക്കുന്നത്. കാരണം ഒരു പ്രധാനമന്ത്രിക്കും ഒരു ഡിഫൻസ് മിനിസ്റ്റർക്കും ആ കോൺക്രീറ്റ് കോൺടെക്സ്റ്റിൽ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായൊരു ധാരണ ഉണ്ടാകണമെന്നില്ല. കാരണം അവരാണല്ലോ അവിടെ നിൽക്കുന്നത്. അവർ പറയുന്നൊരു ഉപദേശമാണ്. അല്ലെങ്കിൽ ഇദ്ദേഹം ചോദിക്കണം, ഇപ്പം ഞങ്ങൾ യുദ്ധം തുടങ്ങട്ടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അങ്ങനെ ചോദിച്ചിട്ട് ഞങ്ങൾ ചൈനയുമായി യുദ്ധം തുടങ്ങട്ടെ എന്ന് ചോദിച്ചിട്ട് നിങ്ങൾ യുക്തി അനുസരിച്ച് ചെയ്യാൻ പറഞ്ഞാൽ യുദ്ധം തുടങ്ങാം. അതെ, തുടങ്ങരുത് എന്ന് പറഞ്ഞെങ്കിൽ മാത്രമേ ഇടപെടൽ വരുന്നുള്ളൂ. പക്ഷേ അദ്ദേഹത്തിന് ഈ തനിക്കുള്ള പരമപദവി കിട്ടാത്തതിൻ്റെ പേരിൽ അദ്ദേഹം ക്ഷുഭിതനാവുകയും അതുകൊണ്ട് അദ്ദേഹം ഇത്തരം കാര്യങ്ങൾ കൂടി ആത്മകഥയിൽ ഉൾപ്പെടുത്തി. അതിലും തെറ്റില്ല. അങ്ങനെ ഒരു ആത്മകഥയിൽ ഉൾപ്പെടുത്തിയിട്ട് ആ കാര്യങ്ങളൊക്കെ അദ്ദേഹം എന്ത് ചെയ്ത്, ആ കാര്യങ്ങളെല്ലാം തന്നെ ഇന്ത്യയിലെ പ്രതിപക്ഷ നേതാവിനെ അറിയിക്കുകയാണ് ചെയ്തത്. അതെ, അവിടെയാണ് ഇതിൻ്റെ ഒരു കുഴപ്പം വരുന്നത്. കാരണം സൈന്യം സർവീസിലിരിക്കുമ്പോഴും റിട്ടയർ ചെയ്താലും സൈന്യം രാഷ്ട്രീയത്തിൻ്റെ കൂടെ ഇടപെട്ടുകൊണ്ട് നിൽക്കാൻ പാടില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു നിയമം. അതിൻ്റെ ഒരു മര്യാദയും അതാണ്. താൻ ജോലി ചെയ്തിട്ടുള്ളൊരു സ്ഥാപനത്തെക്കുറിച്ച് പുറത്തു വന്നതിന് ശേഷം അതിനെതിരെ സംസാരിക്കുക എന്ന് പറഞ്ഞാൽ, മിതമായ ഭാഷയിൽ പറഞ്ഞാൽ അത് മര്യാദകളാണ്. അല്ല സാർ, ഇത് ഈ പുസ്തകം ഇറങ്ങിയിട്ടില്ലല്ലോ. ഇനി അതിലേക്കാണ് വരുന്നത്. ഇത് ഇറങ്ങിയിട്ടില്ല ഈ പുസ്തകം. അപ്പോൾ ഇറങ്ങാത്ത പുസ്തകത്തിൻ്റെ കോപ്പിയുമായിട്ടാണ് ഇദ്ദേഹം വരുന്നത്. ഇനി വേറൊന്ന് ആലോചിച്ച് നോക്ക്, അവസാനം ഈ പുസ്തകം ഇറങ്ങുമ്പോൾ ഈ ഭാഗം അതിനകത്ത് ഇല്ലെങ്കിൽ അതിനുള്ള ചാൻസ് ഉണ്ടല്ലോ. കാരണം ഒരു ആത്മകഥ എഴുതി കഴിഞ്ഞാൽ അത് അങ്ങനെ തന്നെ വരുമെന്നല്ല, അത് എഡിറ്റ് ചെയ്യപ്പെടുമല്ലോ. ലാംഗ്വേജ് എഡിറ്റിംഗ് ഉണ്ട്, കണ്ടൻറ് എഡിറ്റിംഗ് ഉണ്ട്, ഇങ്ങനെ ഒരുപാട് സംഗതികളുണ്ട്. അതൊക്കെ എഡിറ്റിംഗ് കഴിഞ്ഞിട്ടാണ് ഒരു പുസ്തകം ഇറങ്ങുക. അല്ലാണ്ട് ഒരു പുസ്തകം ഒരാൾ എഴുതി എന്നുകൊണ്ട് ആ രീതിയിലായിരിക്കില്ല ആ പുസ്തകം ഇറങ്ങുക. കുറേ മാറും. കാരണം ഇപ്പോൾ ലാംഗ്വേജ് എഡിറ്ററെ കാണിക്കേണ്ടി വരും നമുക്ക്. എല്ലാ പ്രധാനപ്പെട്ട പബ്ലിഷേഴ്സിനും ലാംഗ്വേജ് എഡിറ്റേഴ്സ് ഉണ്ട്. ആ ലാംഗ്വേജ് എഡിറ്റർ വന്നിട്ട് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന എഴുത്തുകാരൻ ഉപയോഗിച്ചിരിക്കുന്ന ഭാഷ ഒക്കെ ഉള്ള ഏതെങ്കിലും വൈകല്യങ്ങൾ വരാം. ആരുപയോഗിച്ചാലും വൈകല്യങ്ങൾ വരാം. അതാണല്ലോ ഈ വിൻസ്റ്റൺ ചർച്ചിൽ 30 മിനിറ്റ് പ്രസംഗിച്ച സമയത്ത് സഹസ്രനാരായണ അയ്യർ മറ്റോ പറഞ്ഞിട്ടൊരു ഇംഗ്ലീഷ് പ്രൊഫസർ ഉണ്ടായിരുന്നു മദ്രാസ് യൂണിവേഴ്സിറ്റിയിൽ. അദ്ദേഹം അത് കേട്ടിട്ട് പറഞ്ഞു, മിസ്റ്റർ ചർച്ചിൽ, യു കമ്മിറ്റഡ് 32 മിസ്റ്റേക്സ് ഇൻ എ 30 മിനിറ്റ് സ്പീച്ച് എന്ന് പറഞ്ഞപ്പോൾ, വാട്ട് മിസ്റ്റേക്സ്? ഗ്രമറ്റിക്കൽ മിസ്റ്റേക്സ്. ഗ്രാമർ ഈസ് വാട്ട് വി ഇംഗ്ലീഷ് ഈസ് വാട്ട് വി ഇംഗ്ലീഷ് പീപ്പിൾ സ്പീക്ക്, ഗ്രാമർ ഫോളോസ് എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ ആ രീതിയിൽ ആര് പറഞ്ഞു, ഇപ്പം നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ബ്രിട്ടനിൽ നടക്കുന്ന പാർലമെൻറ്റിൽ നടക്കുന്ന ഡിബേറ്റൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അവരെല്ലാം ഗ്രമറ്റിക്കലി കറക്റ്റ് ഇംഗ്ലീഷ് ആയിരിക്കില്ല സംസാരിക്കുക. അതൊരു സംസാര ഭാഷയുടെ ഭാഗമായിട്ടൊക്കെ വരും. അപ്പോൾ ഒരാൾ എഴുതി കഴിയുമ്പോഴേക്കും അതിൻ്റെ വ്യാകരണം ഒക്കെ തെറ്റാം, ചിലപ്പോൾ തെറ്റിപ്പോകാം. അതെല്ലാം കറക്റ്റ് ചെയ്യപ്പെടും. അതാണ് ലാംഗ്വേജ് എഡിറ്റിംഗ് എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു എക്സ്പേർട്ട് ഉണ്ട്. ആ എക്സ്പേർട്ട് അത് നോക്കിയിട്ട് ലാംഗ്വേജ് എഡിറ്റിംഗ് നടത്തും. പിന്നെ കണ്ടൻറ് എഡിറ്റർ ഉണ്ട്. ഇതെങ്ങനെയൊക്കെ വെക്കണം എന്നൊക്കെ കരുതിയിട്ട് ആ കണ്ടൻറ് എഡിറ്റർ കൂടി നോക്കിയതിന് ശേഷം ഒരു പുസ്തകം ഇറങ്ങുള്ളൂ. അപ്പോൾ ആ പുസ്തകം ഇറങ്ങുന്ന സമയത്ത് ഈ പറഞ്ഞ കാര്യങ്ങൾ ചിലപ്പോൾ വെട്ടിമാറ്റപ്പെടാം, ചിലപ്പോൾ അത് പരിഷ്കരിക്കപ്പെടാം. ഇതെല്ലാം കഴിഞ്ഞിട്ടായിരിക്കും ഒരു പുസ്തകം ഇറങ്ങുന്നത്. ഈ പുസ്തകം ഇറങ്ങുന്ന സമയത്ത് ബുക്ക് പബ്ലിഷർക്ക് ഒരുപാട് കാര്യങ്ങൾ നോക്കണം. കാരണം ഇത്തരം ഒരു പുസ്തകം വന്നു കഴിഞ്ഞാൽ ആ പുസ്തക പബ്ലിഷിംഗ് കമ്പനിയെ ബാധിക്കുമെന്ന് നോക്കണം. കമ്പനിയെ ബാധിക്കും എന്നുണ്ടെങ്കിൽ കമ്പനിയുടെ നിലനിൽപ്പിന് ബാധകമാണെങ്കിൽ അവർക്ക് പ്രസിദ്ധീകരിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ അവരത് മാറ്റാൻ പറയും. അങ്ങനെയൊക്കെ ഇത് പ്രസിദ്ധീകരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇങ്ങനെ പ്രസിദ്ധപ്പെടുത്തിയിട്ടില്ലാത്ത ഒരു പുസ്തകവുമായി രാഹുൽ ഗാന്ധി വന്നത് ഉചിതമായി എന്നേ ഞാൻ പറയൂ. എന്താ കാര്യം എന്ന് വെച്ചാൽ എല്ലാ കാര്യങ്ങളും അദ്ദേഹം അങ്ങനെയാണ് ചെയ്യാറുള്ളത്. ഒരു കാര്യവും അദ്ദേഹം ഇപ്പോൾ എന്തെല്ലാം കൊണ്ടുവന്നു. അദ്ദേഹം വോട്ട് ചോരിക്ക് മുമ്പുണ്ട്. എന്താണ് ഗേറ്റ് കീപ്പർ
ചോർഹെ, അതിന് വേറെ എന്താണ്, ചൗക്കീദാർ ചോർഹെ. ചൗക്കിദാർ ചോർഹെ എന്ന് പറഞ്ഞിട്ട് വന്നു. പിന്നെ പറഞ്ഞ് ചായക്കടക്കാരൻ്റെ അഭ്യാസമാണെന്ന് പറഞ്ഞു വന്നു. അത് കഴിഞ്ഞ് ചൗക്കിദാർ ചോർഹെ എന്ന് പറഞ്ഞു വന്നു. അത് കഴിഞ്ഞ് അദ്ദേഹം പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ ഈ എന്താണ് ഇത് ഈ വോട്ട് ചോരി പറഞ്ഞു. വോട്ട് ചോരിക്ക് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. വോട്ട് ചോരിക്ക് മുമ്പ് പറഞ്ഞ് EVM ശരിയല്ലെന്ന്. ഇപ്പം പുള്ളി പറഞ്ഞ ഇലക്ഷൻ കമ്മീഷൻ ശരിയല്ലെന്നാണ്, SIR ശരിയല്ലെന്നാണ്. ഇങ്ങനെ ഒരു കാര്യവും ശരിയല്ല എന്ന് പറയുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ജനങ്ങൾ നിരന്തരമായി അദ്ദേഹത്തെ തിരസ്കരിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. നിരന്തരമായ തിരസ്കാരങ്ങൾ ഏറ്റുവാങ്ങുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ഫ്രസ്ട്രേഷൻ, ആ ഫ്രസ്ട്രേഷനിൽ നിന്നാണ് അദ്ദേഹം ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇതുമായിട്ട് വന്നിരിക്കില്ല, അദ്ദേഹം ഇതും കൊണ്ടുവരും. കുറച്ചു കാലം അദ്ദേഹം ഭരണഘടനയെ പൊക്കി നടന്നിരുന്നു. ഇപ്പോൾ ഭരണഘടന പൊക്കുന്നില്ല, ഭരണഘടന വിട്ട്. പിന്നെ അത് കഴിഞ്ഞ് കുറേ കാലം അദ്ദേഹം ഇന്ത്യയെ നന്നാക്കാൻ വേണ്ടി തെക്ക് വടക്ക് യാത്ര നടത്തി. എവിടെയൊക്കെ പോയോ അവിടെയൊക്കെ അദ്ദേഹത്തിൻ്റെ പാർട്ടി തകർന്നടിഞ്ഞു പോയി. അപ്പോൾ ഇങ്ങനെ അടിമുടി വിദേശത്ത് പോയി ഇന്ത്യക്കെതിരെ പറയുക, അത് സ്ഥിരമായിട്ട് വിദേശത്ത് പോയിട്ട് ഇന്ത്യക്കെതിരെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഇന്ത്യ ഡെഡ് എക്കോണമിയാണ്, ഇന്ത്യ ഡെഡ് എക്കോണമിയാണെന്ന് പറയുക, ഇന്ത്യ ഒരു രാജ്യത്ത് ജീവിക്കാൻ കൊള്ളാത്ത രാജ്യമാണെന്ന് പറയുക, ഇവിടെ എല്ലാവരും കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്ന് പറയുക. പക്ഷേ ഇവിടെ ജീവിക്കുന്ന മനുഷ്യർക്ക് അതിനെക്കുറിച്ച് അങ്ങനെ ഒരു അഭിപ്രായമില്ല. മനുഷ്യരെല്ലാം ഇങ്ങനെ ഫ്ലറിഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് അദ്ദേഹം പറഞ്ഞത് ഇന്ത്യ അമേരിക്കൻ കരാർ ശരിയല്ല. ആ കരാർ വന്നിട്ട് അഗ്രികൾച്ചർ കമ്പനിയുടെയും ഫിഷറീസ് കമ്പനിയുടെയും എല്ലാത്തിൻ്റെയും മറ്റേ ഷെയർ വാല്യൂ ഷൂട്ടപ്പ് ചെയ്ത് ഓഹരി വില വർദ്ധിച്ചു വന്ന്. അതാണല്ലോ നമ്മൾ നോക്കുന്നത്. ഇത് ഇന്ത്യക്ക് ഗുണമാണോ എന്ന് നമ്മൾ അറിയുന്നത് എങ്ങനെയാണ്? ഇന്ത്യൻ കമ്പനി ഇത് എക്സ്പോർട്ട് ചെയ്യുന്ന ഇന്ത്യൻ കമ്പനികളുടെ വില കൂടുന്നുണ്ടോ കുറയുന്നുണ്ടോ? അത് വില കൂടി. അപ്പോൾ ആ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കറിയാം അത് ഇന്ത്യക്ക് ഗുണമാണെന്ന്. നമ്മുടെ കൃഷിയും നമ്മുടെ സമുദ്രോൽപ്പന്ന വിഭവങ്ങളും നമ്മുടെ ഡയറിയുടെയും താല്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ടാണ് ഒരു കരാറുണ്ടാക്കുന്നത്. അത്തരം ഒരു കരാറുണ്ടാക്കുമ്പോൾ കരാർ എപ്പോഴും എന്താണ്? ഗീവ് ആൻഡ് ടേക്കാണ്. അല്ലാണ്ട് നമുക്ക് വേണ്ടി മാത്രം ഒരു നല്ല കരാർ വരില്ല. അങ്ങനെ അമേരിക്കയ്ക്ക് വേണ്ടി മാത്രമായൊരു നല്ല കരാറുണ്ടാക്കാൻ ശ്രമിച്ച അമേരിക്കയാണ് അതെല്ലാം മാറ്റിവെച്ചിട്ട് ബൈലാറ്ററൽ ഡിസ്കഷനിലൂടെ ഉഭയകക്ഷികളുടെ ചർച്ചയിലൂടെ നമുക്ക് കരാറെത്താം എന്നുള്ള രീതിയിൽ വരുന്നത്. അപ്പോൾ ഇപ്പം അദ്ദേഹം അതിനെതിരെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്ക്, അടിമുടി നെഗറ്റീവ് മൈൻഡായിട്ടിരിക്കുന്ന ഒരു ക്യാരക്ടറാണ് ഇദ്ദേഹം. താൻ ആഗ്രഹിച്ച കാര്യങ്ങൾ സഫലമാകാത്തത് കൊണ്ട് തനിക്ക് ഉടുക്കാൻ കിട്ടിയില്ലെങ്കിൽ താൻ ഇത് വലിച്ചു കീറും എന്ന മനോഭാവത്തോടു കൂടി തനിക്ക് ഇന്ത്യയെ ഭരിക്കാൻ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ താൻ ഇന്ത്യയെ ഛിന്നഭിന്നമാക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങിത്തിരിച്ചിരിക്കുന്ന ഒരു ദുരന്ത കഥാപാത്രമാണ് ഈ രാഹുൽ ഗാന്ധി. അതിപ്പോൾ എന്തു ചെയ്യാൻ പറ്റും? അത് കോൺഗ്രസ് ആണെങ്കിൽ അതിൻ്റെ കൂടെ ഈ രാഹുൽ ഗാന്ധിയുടെ കൂടെ ഇദ്ദേഹത്തോടൊപ്പം നടന്നെത്താൻ പാടുപെടുന്ന ആരുണ്ട്? ഖാർഗെയും ഉണ്ട്. ഖാർഗെ തൻ്റെ സ്ഥൂലിച്ച ശരീരം വെച്ച് ഇദ്ദേഹത്തോടൊപ്പം ഇദ്ദേഹം വളരെ സ്കെലിറ്റനാണ്. ഇദ്ദേഹം വളരെ വേഗത്തിൽ നടന്നു പോകും. ഖാർഗെ എന്തോരം പ്രയാസപ്പെട്ടാണ് ഇദ്ദേഹത്തോടൊപ്പം നടക്കണതെന്ന് അറിയാമോ? എന്നാൽ ഖാർഗെയും കൂടി വരട്ടെ എന്ന് കരുതിയിട്ട് ഇദ്ദേഹം തൻ്റെ വേഗത നിയന്ത്രിക്കുകയില്ല. അപ്പോൾ ഈ രീതിയിലുള്ള ഒരു അടിമുടി നെഗറ്റീവായ ഒരു ക്യാരക്ടർ ഉണ്ടാക്കി എടുത്തിട്ടുള്ളതാണ് ഈ പറഞ്ഞ സംഭവം. അതിന് കഷ്ടകാലം എന്താണെന്ന് വെച്ചാൽ അത്തരത്തിലുള്ള ഒരു രാഷ്ട്രീയ നെഗറ്റിവിറ്റി ഉള്ള ഒരാൾ, നിഷേധാത്മകത്വം രാഷ്ട്രീയ പ്രവർത്തനമായി കരുതിക്കൊണ്ട് രാജ്യത്തെ നശിപ്പിക്കുന്നതിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവിനെ ഉപകാരപ്രദമാകണമെങ്കിൽ ആകട്ടെ എന്ന നിലക്ക് തൻ്റെ ആത്മകഥ എത്തിച്ചു കൊടുത്തു എന്നുള്ളത് ഒരു ചീഫ് ഓഫ് ആർമി സ്റ്റാഫിനെ സംബന്ധിച്ചിടത്തോളം ഒട്ടും അഭികാമ്യമല്ല എന്ന് മാത്രമല്ല, അത് എപ്പോഴും നിരുത്സാഹപ്പെടുത്തേണ്ട ഒന്നുമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഉറപ്പായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക, ബെൽ ഐക്കണും കൂടി അമർത്തുക.